തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ ക്ഷേത്ര ജീവനക്കാരൻ പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവത്തിൽ പരാതിക്കാരിയായ യുവതിയുടെ മൊഴികളിൽ വൈരുദ്ധ്യം. ക്ഷേത്ര ജീവനക്കാരനായ അജിത് കുമാർ സ്വർണം മോഷ്ടിച്ചുവെന്ന പരാതിയിൽ യുവതി CBIക്കും പോലീസിനും നൽകിയ മൊഴികളിലാണ് വൈരുദ്ധ്യമുള്ളത്. മുഹമ്മദ് റഹീസ് ഉണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. റഹീസ്, എന്താണ് യുവതിയുടെ മൊഴികളിലുള്ള വൈരുദ്ധ്യം? ഈ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിന്റെ കസ്റ്റഡി കൊലപാതകം തമിഴ്നാട്ടിൽ ഏറെ ചർച്ചയായതാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ പരാതി ആദ്യം മുതൽ തന്നെ ഈ പരാതിയിൽ ചില വ്യക്തത കുറവുണ്ടായിരുന്നു. അപ്പോൾ കേസ് ഇപ്പോൾ CBI ആണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. CBI ഈ യുവതിയുടെ മൊഴി, പരാതി നൽകിയ യുവതിയുടെ മൊഴി വീണ്ടും പരിശോധിക്കുമ്പോഴാണ് അതിൽ ഒരു വൈരുദ്ധ്യമുള്ളതായി കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ ഈ യുവതി പോലീസിന് മൊഴി നൽകിയത് തൻ്റെ കാറ് ഈ അജിത് കുമാർ പാർക്ക് ചെയ്യാൻ കൊണ്ടുപോയി 10 മിനിറ്റിന് ശേഷമാണ് കാറിന്റെ താക്കോൽ തിരികെ നൽകിയത്. മാത്രമല്ല ഈ കാറുമായി ഇദ്ദേഹം പുറത്തേക്ക് പോയി എന്നുകൂടി ഈ യുവതി മൊഴി നൽകിയിരുന്നു. എന്നാൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അജിത് കുമാർ 2 മിനിറ്റിനുള്ളിൽ തന്നെ യുവതിക്ക് താക്കോൽ തിരികെ നൽകിയതായി CCTV ദൃശ്യങ്ങളുണ്ട്. മാത്രമല്ല പാർക്കിംഗ് ഏരിയ വിട്ട് കാറ് പുറത്തേക്ക് പോയിട്ടില്ല എന്നുകൂടി CBI കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രത്യേകമായി ഈ ഒരു മൊഴി ചർച്ച ചെയ്യപ്പെടുന്നത് പോലീസ് കേസെടുത്ത് ഏതാണ്ട് 24 മണിക്കൂറിനുള്ളിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ വെച്ച് പിന്നീട് കസ്റ്റഡിയിലെടുത്താണ് ഇദ്ദേഹം കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. അപ്പോൾ 6 പവൻ സ്വർണ്ണ മോഷണം പോയി എന്നുള്ളൊരു കേസിന്മേൽ ഇത്ര പെട്ടെന്ന് പോലീസ് എന്തുകൊണ്ട് ആക്ട് ചെയ്തു, എന്തായിരുന്നു ഇത്ര തിടുക്കം എന്നതടക്കമുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമായിരുന്നു. അതിന് പിന്നാലെ ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ക്രമക്കേട് കേസുകൾ മുന്നോട്ട് വന്നു. പല തട്ടിപ്പ് കേസുകളും തെളിഞ്ഞു വന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പരാതിയിന്മേൽ ഉള്ള ഒരു വൈരുദ്ധ്യം കൂടി പുറത്തേക്ക് വരുന്നത്. കാർ പുറത്തേക്ക് പോയിട്ടില്ല, ഒപ്പം തന്നെ താക്കോൽ നൽകാൻ താമസം ഉണ്ടായിട്ടില്ല. ഇക്കാര്യങ്ങളൊക്കെയും ഇപ്പോൾ CBIക്ക് മുന്നിൽ യുവതി ഏതാണ്ട് സമ്മതിക്കേണ്ട രീതിയിലേക്ക് വന്നിരിക്കുന്നു. നേരത്തെ പോലീസിൽ നൽകിയ മൊഴിയുമായി വലിയ വ്യത്യാസമുള്ള മൊഴിയാണ് ഇപ്പോൾ CBIക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും കേസിൽ CBI അന്വേഷണം തുടരുകയാണ്. GK.